Welcome to LogsGen. I'm Advocate Swati, faculty of LogsGen. So today I'm here with a new topic on BNS, that is dowry death. അപ്പോൾ ബി എൻ എസിൽ ഡൗറി ഡെത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഡൗറി ഡെത്ത് എന്ന് പറയുന്നത് ബി എൻ എസിൽ ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജിന് അണ്ടറിൽ വരുന്ന ഒരു ഒഫൻസ് ആണ്. സോ ബി എൻ എസിൽ ചാപ്റ്റർ 5-ൽ സെക്ഷൻ 80 മുതൽ 87 വരെയാണ് ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. നൗ ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഡൗറി ഡെത്ത്, ബൈഗമി, ക്രിമിനൽ അലോപ്മെന്റ്, ക്രുവൽറ്റി, ഇതെല്ലാമാണ് ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് ആയിട്ട് വരുന്നത്. സോ നൗ നമുക്ക് ഡൗറി ഡെത്ത് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 80 ഓഫ് ബി എൻ എസ് ആണ് ഡൗറി ഡെത്തിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഡൗറി ഡെത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നൗ സെക്ഷൻ 80 പ്രകാരം എന്തൊക്കെയാണ് ഡൗറി ഡെത്തിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. എ പേഴ്സൺ ഷുഡ് ഹാവ് ഡൈഡ് ഡ്യൂ ടു ബേൺസ് ഓർ ബോഡ്ലി ഇഞ്ചുറി ഓർ അണ്ടർ എനി അതർ അബ്നോർമൽ സർക്കംസ്റ്റൻസ്. സോ ഇതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അതായത് എ ലേഡി, എ വുമൺ, എ മാരീഡ് വുമൺ ഷുഡ് ഹാവ് ഡൈഡ് ഡ്യൂ ടു സം ബേൺസ് ഓർ ബോഡ്ലി ഇഞ്ചുറി ഓർ ഡ്യൂ ടു എനി അതർ അബ്നോർമൽ കണ്ടീഷൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് ദ ഡെത്ത് ഷുഡ് ഹാവ് ഹാപ്പൻഡ് വിത്തിൻ 7 years ഓഫ് ദ മാരേജ്. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് വിത്തിൻ 7 yearsനുള്ളിലായിരിക്കണം ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് സൂൺ ബിഫോർ ഹർ മാരേജ് ഈ സ്ത്രീക്ക് ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ റിലേറ്റീവ്സിൽ നിന്നോ, അതായത് സെയിം ഷെൽട്ടറിൽ നിൽക്കുന്ന ഭർത്താവിൻ്റെ റിലേറ്റീവ്സിൽ നിന്നോ ക്രുവൽറ്റി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ക്രുവൽറ്റി ഷുഡ് ബി വിത്ത് റെസ്പെക്ട് ടു ഓർ വിത്ത് കണക്ഷൻ ടു ഡൗറി. അതായത് ഈ ക്രുവൽറ്റി ഷുഡ് ബി വിത്ത് റെസ്പെക്ട് ടു ഓർ ഇൻ ഡിമാൻഡ് ടു ഓർ ഇൻ കണക്ഷൻ വിത്ത് ഡൗറി. സോ ഇതൊക്കെയാണ് ഡൗറി ഡെത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. സോ സപ്പോസ് എ വിമൻ ഒരു അൺനാച്ചുറൽ സർക്കംസ്റ്റൻസിൽ അല്ലെങ്കിൽ ബേൺസ് അല്ലെങ്കിൽ ബോഡ്ലി ഇഞ്ചുറി കാരണത്താൽ മരണപ്പെടുകയാണ്. ആൻഡ് ആ ഒരു മരണം സംഭവിച്ചത് വിത്തിൻ 7 years, 7 വർഷം ആയിട്ടേ ഉള്ളൂ അവരെ കല്യാണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 7 വർഷത്തിന് ഉള്ളിലാണ്. ആൻഡ് സൂൺ ബിഫോർ ഹർ ഡെത്ത് ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ റിലേറ്റീവ്സിൽ നിന്നോ എന്തെങ്കിലും ഒരു തരത്തിൽ ഡൗറിക്ക് വേണ്ടിയോ ഓർ ഡൗറി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള മെന്റൽ ക്രൂവൽറ്റി അല്ലെങ്കിൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ദ ഹസ്ബൻഡ് ഓർ ദ റിലേറ്റീവ്സ് ഓഫ് ദ ഹസ്ബൻഡ് ഹാവ് കമ്മിറ്റഡ് ഡൗറി ഡെത്ത്, ദ ഒഫൻസ് ഓഫ് ഡൗറി ഡെത്ത് എന്നുള്ളതാണ് പറയുന്നത്. സോ വാട്ട് ഇസ് ഡൗറി എന്നുള്ളത് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സെക്ഷൻ 2-ൽ പറയുന്ന ഡൗറി എന്താണോ ആ ഒരു ഡൗറിക്കുള്ള അതേ മീനിങ് ആണ് നമ്മൾ ഈ പ്രൊവിഷനിലും വരുന്നത്. ഇനി നമുക്ക് ഡൗറി ഡെത്തിനുള്ള പണിഷ്മെന്റ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 18-ൽ തന്നെ എന്താണ് ഡൗറി ഡെത്തിനുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ദ പണിഷ്മെന്റ് ഫോർ ഡൗറി ഡെത്ത് ഈസ് എൻ ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം എക്സീഡിങ് 7 years ആൻഡ് ഇറ്റ് മേ ഗോ ഫോർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. സോ അതാണ് punishment for dowry death. In Sher Singh versus State of Haryana, this is the landmark judgment of Supreme Court which came in the year 2015. അപ്പോൾ ഇതിനകത്ത് കോർട്ട് പറയുന്നുണ്ട്, if prosecution is able to prove the ingredients of dowry death, then the burden of proof shift to the accused. അതായത് ദ ഹസ്ബൻഡ് അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ ഡ്യൂട്ടിയാണ് ടു പ്രൂവ് ദാറ്റ് അവർ ഈ കുറ്റം ചെയ്തിട്ടില്ല or they have not committed the crime. So that's all with dowry death. We have discussed the provision which relates to dowry death, the ingredients which comes under section 80, the punishment of dowry death, and the landmark judgment. So that's all. Thank you.